ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ചേരുവ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് പൊട്ടാറ്റോയാണ്. ഇവിടെ ഞാനൊരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാവും. അതിനുശേഷം ഒരു ഇതേപോലത്തെ ഒരു ചോപ്പറല്ല, നമ്മുടെ ഗ്രേറ്റർ ഇല്ലേ, ഇതുപോലുള്ളൊരു ഗ്രേറ്റർ എടുത്തതിന് ശേഷം നന്നായിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിൽ നല്ല രീതിയിൽ സ്റ്റാച്ച് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാമല്ലോ, പൊട്ടറ്റോയിൽ നല്ല സ്റ്റാച്ച് ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാച്ച് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കൈകൊണ്ട് പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രൈനറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടുമല്ലോ. അതിനുശേഷം നമുക്ക് ആ ഒരു ബൗളിലേക്ക് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു 3 പൊട്ടാറ്റോ ആണ്, ഒരു മീഡിയം സൈസിലെ പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.25 ടീസ്പൂണാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 1 മുതൽ 2 മിനിറ്റ് വരെ നമുക്ക് ഇത് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. കാരണം ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പൊട്ടാറ്റോയിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം അതിൽ ബാക്കി വന്നിട്ടുള്ള ഒരു വെള്ളം നമുക്ക് തിരിച്ച് ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം കണ്ടോ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ആ വെള്ളവും നമുക്ക് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ബൗളിലേക്ക് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളൊരു 3 പൊട്ടറ്റോ ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണാണ് എനിക്ക് കോൺഫ്ലവർ ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിച്ചെപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ചില്ലി ഫ്ലേക്സോ എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും ചേർത്തില്ലെങ്കിൽ അത് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ ഒരു പൊട്ടറ്റോയുടെ ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം എന്തായാലും അതിലുണ്ടാവും. ആ ഒരു ഈർപ്പത്തിൽ തന്നെ ഈ കോൺഫ്ലവർ നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ഡോ പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിവിടെ നല്ല ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. ബോൾസ് തന്നെയാണ് കേട്ടോ ഭംഗി ഇത് കാണാൻ. അപ്പോൾ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബോൾസ് എല്ലാം തന്നെ നമുക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു 11 ബോൾസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തപ്പോൾ ഈ ഒരു ബോൾസിൻ്റെ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മീഡിയം ലഡു ഇല്ലേ, ആ ഒരു ലഡുവിൻ്റെ സൈസാണ്. അപ്പോൾ ഇപ്പം ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഓരോ ബോൾസായിട്ടും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഈ ബോൾസ് ഞാനിപ്പം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ഫ്രൈ ചെയ്യേണ്ടത്. ഇത് ഉൾഭാഗം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്കതൊരു ഏകദേശം ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരും. അതേപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ വരും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറമേ എല്ലാം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ക്രിസ്പിയാണെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെറും 2 ചേരുവ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഒരു ചായക്കടിയായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ നോയമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും കിടിലൻ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.